മെയ് 4-ന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് CPM പോലും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും തോൽവി ഇരന്നു വാങ്ങുമെന്ന് CPM അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പോലും വിലയിരുത്തി കഴിഞ്ഞു. UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി അവർ ഭരണത്തിലില്ല. പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസും UDF-ഉം നിലയുറച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തീർക്കാൻ കണക്കുകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഉപദ്രവിച്ച പോലീസുകാർക്ക് കണക്കിന് കൊടുക്കണം. ഭീഷണി സ്വരം ഉയർത്തിയ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വാങ്ങി നൽകണം. വിവിധ കോർപ്പറേഷനുകളുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞ 10 വർഷമായി ആട്ടിയും തുപ്പിയും അകറ്റിയവരോട് പക വീട്ടണം. ഇങ്ങനെ പോകുന്നു UDF-ന്റെ ലക്ഷ്യങ്ങൾ. ഇതിൽ തന്നെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു മുറിവുണ്ട്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ നിന്നും ഏറ്റ മർദ്ദനത്തിന്റെ പാടുകൾ ഇന്നും അവരുടെ ശരീരത്തിലുണ്ട്. അതിന്റെ തീരാ നോവുകൾ അവരുടെ മനസ്സിലും മായാതെ നിൽക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന് അവകാശമുണ്ട്. എന്നാൽ അതിനെ ലാത്തിയും തോക്കും ഉപയോഗിച്ച് നേരിടുകയാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചെയ്തത്. അന്ന് ഏറ്റുവാങ്ങിയ മർദ്ദനത്തിന്റെ നൊമ്പരം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും. മെയ് 4-ന് ഫലം വന്ന് UDF അധികാരത്തിലെത്തിയാൽ ആദ്യം തീർക്കാൻ പോകുന്ന കണക്ക് നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ചതിന് മർദ്ദനം അഴിച്ചുവിട്ട അംഗരക്ഷകരോടാണ്. പറയുന്നത് KSU നേതാക്കളാണ്. അംഗരക്ഷകരിൽ തന്നെ സന്ദീപ് എന്ന ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്ന് നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോൾ സന്ദീപ് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് അകാരണമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അന്ന് മർദ്ദനമേറ്റവരാണ് ഇന്ന് കണക്ക് തീർക്കുമെന്ന് കട്ടായം പറയുന്നത്. ഉദ്യോഗസ്ഥന് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നും ഭരണമാറ്റം ഉണ്ടാകുന്ന ദിനത്തിനായി കാത്തിരിക്കുന്നുവെന്നും ആ ദിനത്തിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും KSU നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ എന്ന നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് സംബന്ധിച്ച ആദ്യ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ യൂത്ത് കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് പേജുകളിലും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ നടപടികളുമായി പിണറായി പോലീസ് രംഗത്തും വന്നു. അരുൺ രാജേന്ദ്രന് പുറമെ സോണി പനന്താനം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും കേസും ഭീഷണികളും വന്നിരിക്കുകയാണ്. എന്നാൽ ആരും നിങ്ങളുടെ രോമത്തിൽ പോലും തൊടില്ല എന്നും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് K സുധാകരൻ രംഗത്ത് വന്നത് യുവ നേതാക്കൾക്ക് വലിയ ബലമാണ് നൽകുന്നത്. കായികമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും K സുധാകരൻ പറയുന്നുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന് തീർക്കുവാനുള്ളത് 10 കൊല്ലത്തെ കണക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ വെറും പ്രഹസനമായി അവസാനിച്ച നവകേരള യാത്രയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അരങ്ങേറിയിരുന്നു. പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കും സ്വസ്ഥമായി നവകേരള യാത്ര നടത്താൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം സാധിച്ചിരുന്നില്ല. പോലീസുകാരെ അടക്കം ഇറക്കിയാണ് അന്ന് പിണറായി വിജയൻ സമരത്തെ അടിച്ചമർത്തിയത്. അന്ന് മർദ്ദനത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കുള്ള സമ്മാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിന് K സുധാകരൻ നേരിട്ട് നാന്ദി കുറിക്കുമ്പോൾ ഒറ്റക്കെട്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സുധാകരന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. സുധാകരന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. സോണി, എല്ലാ വിശേഷവും ഞാൻ അറിഞ്ഞു. ഒന്നും ഭയപ്പെടേണ്ട, ഒരാശങ്കയും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാ പ്രശ്നത്തെയും നിങ്ങൾക്ക് താങ്ങും തണലും തരാൻ ഞാനുണ്ട്, എന്റെ ആളുകളുമുണ്ട്. നിയമപരമായിട്ടായാലും കായികമായിട്ടായാലും അതിന്റെ പിറകിൽ ഞാൻ ഉണ്ടാകുമെന്ന് വാക്ക് നൽകുന്നു. ആ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഗോ എഹെഡ്. പേരുകളാണ്, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്താ ബേജാറാകുന്നു? പിന്നെ ആ പേടിയേ വേണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഇമ്മീഡിയറ്റ് തന്നെ അറിയിക്കുക. ഞാനതിനകത്ത് ഇൻവോൾവ് ആയിക്കോളും. ഒരു വായ്പ